അസ്സലാമുഅലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല അടിപൊളി സോഫ്റ്റുള്ള അപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി ഞാൻ ഇവിടെ ഒരു പാത്രം അരി എടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു പാത്രത്തിലോട്ട് തട്ടിയിട്ടൊന്ന് കുതിർക്കാനായിട്ട് വെച്ചേക്കാം. ഞാൻ ഇവിടെ വെള്ളം ഒഴിച്ചൊന്ന് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഏകദേശം ഇതൊന്ന് കുതിർന്നിട്ടുണ്ട്. 4-5 മണിക്കൂർ മതി ഇത് കുതിർക്കാനായിട്ട്. കുതിർത്തി വെച്ച അരി ഒന്ന് നമുക്ക് ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇവിടെ ഒരു ബൗൾ ചോറ് എടുത്തിട്ടുണ്ട്, അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അതിലോട്ട്. അതുപോലെ തന്നെ 1 കപ്പ് തേങ്ങയും ജാറിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അരിയും കൂടെ നമുക്ക് ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഞാൻ 1 കപ്പ് തേങ്ങ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് അരച്ച് വെച്ചിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ടുണ്ട്, ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ മാവ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് അടച്ച് വയ്ക്കാം. ഒരു 2-3 മണിക്കൂർ ഇത് ഒന്ന് പുളിക്കാനായിട്ട് വയ്ക്കാം. മാവ് നല്ല അടിപൊളി നല്ല പുളിച്ച് പൊങ്ങിയിട്ടുണ്ട്. ആവശ്യത്തിനനുസരിച്ച് നമുക്കൊരു പാത്രത്തിൽ കോരി മാറ്റിയിട്ട് നമുക്കിതൊന്ന് അപ്പം ഉണ്ടാക്കി നോക്കാം. നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം റെഡി ആയിട്ടുണ്ട്. സോഡാപ്പൊടിയോ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല, ഉപ്പ് മാത്രം ആഡ് ചെയ്തിട്ടാണ് ഇതിപ്പോൾ ഉണ്ടാക്കിയത്. വളരെ ടേസ്റ്റും നല്ല സോഫ്റ്റുമായിട്ടുള്ള അപ്പം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.